പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന്റെ പ്രധാന ഘടക ക്ഷേത്രങ്ങളിലൊന്നാണ് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം. പാറമേക്കാവ് ദേവസ്വവും ചുമതലക്കാരുമാണ് പൂരത്തിന്റെ പ്രധാന സംഘാടകരിൽ ഒരാൾ. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിലും പാറമേക്കാവ് ക്ഷേത്രത്തിന് പ്രമുഖ സ്ഥാനമാണുള്ളത്. കേരളത്തിലെ തന്നെ പ്രശസ്തമായ ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊന്നാണ് മലപ്പുറം ജില്ലയിലെ തിരുമാണ്ടംകുന്ന്. തിരുമാണ്ടംകുന്ന് ഭഗവതി തന്നെയാണ് പാറമേക്കാവിലമ്മയെന്നാണ് വിശ്വാസം. കൂർക്കഞ്ചേരി ചക്കുംചാത്ത് കുറുപ്പാൾക്കാരനവരുടെ ആഗ്രഹമനുസരിച്ച് തിരുമാണ്ടംകുന്നമ്മ വടക്കുന്നാഥ ക്ഷേത്രത്തിലെത്തിയെന്നും ഇലഞ്ഞിത്തറ മൂലസ്ഥാനമാക്കിയെന്നുമാണ് ഐതിഹ്യം. പിന്നീട് വടക്കുന്നാഥ ക്ഷേത്രം വിപുലീകരിച്ചപ്പോൾ കിഴക്ക് ഭാഗത്തുള്ള പാറവ് മരത്തിന് ചുവട്ടിൽ ദേവിയെ കുടിയിരുത്തി. ഇവിടമാണ് പിന്നീട് പാറമേക്കാവ് ക്ഷേത്രമായതെന്നും ഭക്തർ വിശ്വസിക്കുന്നു. തൃശൂർ പൂരം നടത്തിപ്പിലും സംഘാടനത്തിലും പാറമേക്കാവ് ദേവിക്കും ദേവസ്വത്തിനും പ്രാധാന്യമേറെയാണ്. ഘടകക്ഷേത്രങ്ങളെ സഹായിക്കുന്നതും ഒരുക്കങ്ങൾ നടത്തുന്നതും പൂരത്തിന്റെ നെടുനായകത്വം വഹിക്കുന്നതുമാണ് ദേവസ്വത്തിന്റെ പ്രധാന ചുമതല. പൂരദിവസവും പകൽപൂര ദിവസവും വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്ന പാറമേക്കാവ് ദേവിക്കും ആചാരപരമായി പ്രാധാന്യങ്ങൾ ഏറെയുണ്ട്. 15 ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പ് പാറമേക്കാവ് ഭഗവതിക്കും തിരുവമ്പാടി ഭഗവതിക്കും മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ വടക്കുന്നാഥൻ്റെ വലിയ പ്രദക്ഷിണ വഴിയിൽ പന്തലിടാനുള്ള അവകാശം പാറമേക്കാവിനും തിരുവമ്പാടിക്കും മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് നടത്താനുള്ള അവകാശവും പാറമേക്കാവിനും തിരുവമ്പാടിക്കും മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതുകൂടാതെ 2 പ്രത്യേകതകൾ കൂടി പാറമേക്കാവിനുണ്ട്. ശ്രീ വടക്കുന്നാഥൻ്റെ 4 ഗോപുരത്തിൽ കൂടിയും പുറത്തേക്ക് കിടക്കാനുള്ള അവകാശം പാറമേക്കാവിന് മാത്രമേ ഉള്ളൂ. മേടമാസത്തിലെ പൂരം ദിവസം 15 ആനപ്പുറത്ത് നടപ്പാണ്ടി കൊട്ടി വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്ന ദേവി പടിഞ്ഞാറേ ഗോപുരം വഴി വടക്കുന്നാഥ ക്ഷേത്ര മതിലകത്ത് പ്രവേശിക്കുന്നു. മൂലസ്ഥാനത്തേക്ക് എത്തുന്ന ദേവി നിലപാട് നിന്ന് ഇലഞ്ഞിത്തറ മേളം നടത്തുന്നു. ഭഗവതി ഇലഞ്ഞിത്തറ ചുവട്ടിലെത്തുന്നതോടെയാണ് 300ഓളം മേള കലാകാരന്മാർ അണിനിരക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഓർക്കസ്ട്ര അരങ്ങേറുക. മേളം കലാശിക്കുന്നതോടെ കുടമാറ്റത്തിനായി പാറമേക്കാവിലമ്മയുടെ തെക്കോട്ടിറക്കം ആരംഭിക്കും. തിടമ്പേറ്റിയ കൊമ്പനാണ് ആദ്യം ഇറങ്ങുക. പിന്നാലെ 14 ആനകളും. 7 ആനകൾ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലെ രാജാവിൻ്റെ പ്രതിമ വരെ പോകും. പ്രതിമയെ അഭിവാദ്യം ചെയ്ത് ഇവർ മടങ്ങിയെത്തിയാൽ പ്രദക്ഷിണ വഴിയിൽ തെക്കേ ഗോപുരത്തിന് അഭിമുഖമായി 15 ആനകളും അണിനിരക്കും. പിന്നീടാണ് തിരുവമ്പാടി ദേവസ്വത്തോട് മത്സരിച്ചുള്ള കുടമാറ്റവും വെടിക്കെട്ടും നടക്കുക. ഒരു വർഷത്തെ പൂരം കഴിഞ്ഞാൽ 1-2 മാസങ്ങൾക്ക് ശേഷം അടുത്ത വർഷത്തെ പൂരത്തിൻ്റെ ഒരുക്കങ്ങളായി, പ്രത്യേകിച്ച് ചമയങ്ങൾ. അതിൽ 11th അവറിൽ മാറ്റങ്ങൾ വരുന്നത് പ്രധാനമായിട്ടും ആനകളുടെ കാര്യത്തിലേ ഉള്ളൂ. എല്ലാവരും ഒത്തൊരുമിച്ച് അതിൽ യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ ദേശവ്യത്യാസമോ അല്ലെങ്കിൽ ആളുടെ വയസ്സിൻ്റെ വ്യത്യാസം അതൊന്നുമില്ല. അതിലങ്ങ് ഇറങ്ങി പുറപ്പെട്ടാൽ പിന്നെ 2-3 മാസം ഫുള്ളി ഇതിൽ ഇൻവോൾവ്ഡ് ആയിട്ട് എല്ലാവരും നിൽക്കുകയാണ്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ സംഘാടന മികവും തയ്യാറെടുപ്പുകളുമാണ് തൃശൂർ പൂരത്തിന്റെ നട്ടെല്ലും നടത്തിപ്പും. അതുകൊണ്ട് തന്നെ 2 നൂറ്റാണ്ടുകൾ പിന്നിടുന്ന മഹോത്സവത്തെ ഇക്കുറിയും കെങ്കേമമാക്കുവാൻ പാറമേക്കാവ് ദേവസ്വവും ഭക്തരും അവസാനവട്ട ഒരുക്കങ്ങളും പൂർത്തിയാക്കുകയാണ്. ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.